ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS സ്റ്റേജ് 4 ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം പ്രൊവിഷണൽ ആൻസർ കീയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം. 2 ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? 3 ഓപ്ഷൻ ഡി റൗലത്ത് നിയമം. 4 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? 4 ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. 5 ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. 5 ഓപ്ഷൻ ബി അംബേദ്കർ. 6 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക്? 6 ഓപ്ഷൻ ബി എസ് രാധാകൃഷ്ണൻ. 7 താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 7 ഓപ്ഷൻ ഡി ആണ്. 1, 3, 4, 6 ആണ്. 8 നിർദ്ദേശകത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? 8 ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാവില്ല. 9 ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത്? നിയമനിർമ്മാണം. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ എ ആണ്. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവ്. മലയാളി. ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി. വള്ളത്തോൾ. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് റെനിൽ വിക്രമസിൻഹ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത്? 18 PP മേനോൻ. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ സി. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25.
2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? ഓപ്ഷൻ ഡി ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ ബന്ധിപ്പിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ബി ആണ് ആൻസർ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി നെയ്യാറാണ് ഒറ്റയാനായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത? NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓപ്ഷൻ സി വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഓപ്ഷൻ എ എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിനെറിഞ്ഞ ദൂരം? 89.45. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം? ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ആൻസർ ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം. 46. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 47. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം?
ഓപ്ഷൻ ബി 800. ലോക അധ്യാപക ദിനം. ആൻസർ ഓപ്ഷൻ ബി ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട്. ആൻസർ ഓപ്ഷൻ എ ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. ബ്രസീൽ. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബി, സി ശരി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. കൊഴുപ്പിൽ ലയിക്കുന്നത് എയും ഡിയും ആണ്. അതായത് വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും ആണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. ഓപ്ഷൻ സി ജ്വാലാമുഖി. 56. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണം ഏതാണ്? 56 ഓപ്ഷൻ ബി ബോംബിക്കോൺ ആണ്. 57. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം. 57 ഓപ്ഷൻ എ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഓപ്ഷൻ സി COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു. ഓപ്ഷൻ ബി വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത്? വിസരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകവുമായി വരുന്ന ലോഹം ഏത്? സിങ്കാണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ലവോസിയർ. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 67 ഓപ്ഷൻ ബി. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ക്യൂലെക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം? മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ഇരുമ്പ്. ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം?
ഓപ്ഷൻ ഡി ആണ് സ്ഫിഗ്മോമാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം ശരി. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ സി ആണ് ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. (2024) ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? മലിനജലം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്. അടുത്ത മാത്സ് ആണ്. 81 ഓപ്ഷൻ ബി, 82 എ, 83 ബി, 84 സി, 85 സി, 86 ഡി, 87 ബി, 88 സി, 89 ബി, 90 എ, 91 ബി, 92 ഡി, 93 ബി, 94 സി, 95 എ, 96 സി, 97 ഡി, 98 എ, 99 എ, 100 ബി. ഇത്രയും ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.